ഹായ്, ഞാൻ മഞ്ജു. നമ്മളൊരു വീട് വയ്ക്കുമ്പം അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് നമ്മുടെ വാർഡ്രോബ്സും കിച്ചൺ ക്യാബിനറ്റ്സും ഒക്കെ അല്ലേ. ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് ഞങ്ങൾ ഈ വീട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു 2009-ലാണ്. ഈ വീട് പണിയുമ്പം ഞങ്ങൾ ഈ വുഡിൻ്റെ കോൺട്രാക്റ്റ് സെപ്പറേറ്റ് ഒരാൾക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ആളെ നമ്മളങ്ങ് കണ്ണുടച്ച് വിശ്വസിച്ച് ആ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുക ചെയ്തത്. കംപ്ലീറ്റ് വാർഡ്രോബും കിച്ചൺ ക്യാബിനറ്റ്സും എല്ലാം. ഒരു 2009 ഞങ്ങൾ താമസിച്ച ഒരു 2019 ആവുന്ന സമയത്ത് ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ കബോർഡ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കബോർഡ്സ് ഫുള്ളിങ്ങനെ നനഞ്ഞു കുതിർന്ന്. അത് ഒരു കാര്യം എടുത്തു പറയട്ടെ, ഞങ്ങളുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ തന്നെ ഈ കബോർഡ്സ് ഫുള്ളിങ്ങനെ കുതിരുകയും അതിൻ്റെ ഒപ്പം തന്നെ ചെതൽ എടുത്ത് കംപ്ലീറ്റ് ഒരു വല്ലാത്തൊരവസ്ഥയെത്തി. വാർഡ്രോബ്സ് ഇങ്ങനെ ചീത്തയായി വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു കാർപ്പൻറ്ററെ വിളിച്ച് കാണിച്ചു. അപ്പോൾ പുള്ളി നോക്കിയപ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിങ്ങനെ ടെർമൈറ്റ് അറ്റാക്ക് എന്ന് പറയില്ല, നമ്മൾ ചെതലൊക്കെ എടുത്ത് വളരെ അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ നോക്കിയ കാർപ്പൻറ്ററാണ് പറയുന്നത് ഞങ്ങളുടെ ആ വാർഡ്രോബ്സിൻ്റെ എല്ലാം ഡോറും ഫ്രെയിമും ഒക്കെ നല്ല വുഡ് തന്നെയാണ്. അകത്തും വുഡെന്ന് പറഞ്ഞ് പുള്ളി ആദ്യത്തെ ആ ഒരു കോൺട്രാക്ടർ വെച്ചിരുന്നത് മുഴുവനും പ്ലൈവുഡായിരുന്നു. അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല ഈ പ്ലൈവുഡ്സ്. വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനൊരു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം മറ്റൊരാൾക്ക് പറ്റാതിരിക്കാനും ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഈ ഒരു വാർഡ്രോബ് മാറ്റിയിട്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് PVC ബോർഡ് എന്ന് പറയുന്ന ഒരു പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മൾട്ടിവുഡ് എന്നാണ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത്. അത് തോംസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ PVC ബോർഡ്സ്. ഇതിൽ വുഡേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് PVC ആണ്. കണ്ടു കഴിഞ്ഞാൽ വുഡാണെന്ന് നമുക്ക് തോന്നും. ലൈറ്റ് വെയിറ്റ് ആണ്. ഒത്തിരി ഇതിന് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് വുഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാനും പറ്റും. സിന്തേരി പിടിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെയിൻ 2 ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ ടെർമൈറ്റ് റെസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ ഇതുപോലുള്ള വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കുന്നവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വാർഡ്രോബ്സ് ചെയ്യുമ്പം ഒരിക്കലും വുഡോ പ്ലൈവുഡോ MDF അതായത് മീഡിയം ഡെൻസിറ്റി ഫൈബർ എന്നാണ് MDF എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അത് വുഡിൻ്റെ പൊടിയാണ്. നമ്മുടെ അറക്കപ്പൊടി എന്നൊക്കെ പറയത്തില്ല, സോഡസ്റ്റ്, അത് കുഴച്ചാണ്, അത് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. MDF ആണെങ്കിലും വെള്ളത്തിൻ്റെ ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കുന്നവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ വാർഡ്രോബിൻ്റെ അവസ്ഥ എന്തായിരുന്നെന്നും അത് എങ്ങനെയാണ് അതൊന്ന് മാറ്റി റീകൺസ്ട്രക്റ്റ് ചെയ്ത് പുതിയ നമ്മുടെ PVC ബോർഡ് വെച്ചിട്ട് പുതിയൊരു വാർഡ്രോബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണിക്കാം. ഓക്കെ. പുറമേ നിന്ന് നോക്കുമ്പോഴൊക്കെ നല്ല നീറ്റാണ്, നല്ല സ്റ്റൈലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡോറൊക്കെ വുഡ് തന്നെയാണ്. പക്ഷേ ഇത് അകം തുറന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. കാർപ്പൻറ്റർ വന്നിട്ട് അതൊന്ന് തുറന്ന് ഞങ്ങളെ കാണിക്കുമ്പോൾ ഈ പുറകുവശത്ത് ഇപ്പം എല്ലാം ചെതലെടുത്തിട്ട് ഇപ്പം ഭിത്തി തന്നെയാണ് കാണുന്നത്. പല ഭാഗങ്ങളും ചെതലെടുത്ത് പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ ശരിക്കും മനസ്സിലാക്കും. സൈഡിലും ബാക്കിലൊക്കെ ചെതലെടുത്ത് പോയിക്കും. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ബാക്കിൽ പ്ലൈവുഡ് ഉള്ളൂ. പ്ലൈവുഡാണ് വെച്ചിരുന്നത്. അത് ഞങ്ങളത് അന്ന് ശ്രദ്ധിക്കാതെ പോയി. കാർപ്പൻറ്റേഴ്സ് ആദ്യം ചെയ്യുന്നത് ഇതിന് ഡോസ് എല്ലാം വുഡ് ആയതുകൊണ്ട് തന്നെ അത് റീയൂസ് ചെയ്യാം. അത് ഇളക്കി എടുത്ത് മാറ്റി വെച്ച ശേഷം ഈ വാർഡ്രോബിനെ ഈ ഭിത്തിയിൽ നിന്ന് വോളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് എടുത്ത് മാറ്റണം. അകത്തുള്ള ഒരു സാധനവും നമുക്കിനി റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. മുകളിലുള്ള പാനൽസും എല്ലാം അവർ ഇളക്കി ഡിറ്റാച്ച് ചെയ്യുകയാണ്. ഈ ഒരു വാർഡ്രോബ് വോളിൽ നിന്ന് അവർ ഇളക്കി മാറ്റുവാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇത് കണ്ടോ, ആ ഒരു ഡിപ്രഷനിലാണ് നമ്മൾ വാർഡ്രോബ് ചേർത്ത് വെച്ചിരുന്നത്. ഇത്
ഇളക്കി മാറ്റിയപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇതെങ്ങനെയാണ് ഈ ചെതലൊക്കെ എടുത്തത് എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇതാണ് ഹരിയാണ് മെയിൻ കാർപ്പൻറ്റർ കേട്ടോ. പുള്ളി എല്ലാം ഞങ്ങൾക്ക് വളരെ വിശദമായി നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. ഇതിൻ്റെ സൈഡിൽ ഒരു വിടവുണ്ടായിരുന്നു, അതൊട്ടും അവർ പ്ലാസ്റ്റർ ചെയ്യുകയോ സിമൻറ്റ് ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ മണ്ണാണ്, അതൊരിക്കലും കവർ ചെയ്യുക. അവിടെ നിന്നാണ് ഈ ചെതൽ മുഴുവനും ഈ ഇതിലേക്ക് കയറി കംപ്ലീറ്റ് നാശമായിരുന്നത്. അതിൻ്റെ കൂടാതെ തന്നെ ഈർപ്പവും താഴേന്ന് കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് കണ്ടോ ഒരു വിടവ്. ആ വിടവ് അവർ ഒന്നുകിൽ അത് കോൺക്രീറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ടൈല് ചെയ്യുന്നവർ അത് ഒട്ടിക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ അങ്ങനെ ഇട്ടിരുന്നു. അതാണ് പ്രശ്നമായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈർപ്പമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാർപ്പൻറ്റർ ഹരിയുടെ സജഷൻ എന്ന് പറഞ്ഞാൽ PVC ബോർഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. PVC ബോർഡ് എന്ന് പറയുന്നത് അതിൽ വുഡിൻ്റെ ഒരംശം പോലും ഇല്ല. യൂഷ്വലി നമ്മൾ വുഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ പ്ലൈവുഡ്, അല്ലെങ്കിൽ MDF മീഡിയം ഡെൻസിറ്റി ഫൈബർ, അല്ലെങ്കിൽ മൾട്ടിവുഡ്. മൾട്ടിവുഡ് എന്ന് പറയുന്നത് സത്യത്തിൽ PVC ബോർഡാണ്. മൾട്ടിവുഡ് എന്ന് പറയുന്നത് തോംസൺ ബ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡ് നെയിമാണ്. ആക്ച്വലി അതിനെ നമ്മൾ PVC ബോർഡ് എന്നാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ അറിയപ്പെടുന്നത്. ഈയിടെ മാർക്കറ്റിൽ വേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് WPC വുഡ് പ്ലാസ്റ്റിക് കോമ്പൗണ്ട്. അതിൽ വുഡിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ട്. MDF എന്ന് പറയുന്നത് അറക്കപ്പൊടി ട്രീറ്റ് ചെയ്ത് അതിനെ ബോർഡാക്കി എടുക്കുന്നതാണ്. അത് സത്യം പറഞ്ഞാൽ ഹൈലി പോയിസണസ് ആണ്. അതിലും വുഡിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം അതിൽ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. PVC ബോർഡിൽ വുഡിൻ്റെ യാതൊരു അംശവും ഇല്ല. അതിൽ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത് ജസ്റ്റ് PVC ആണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടുള്ള അല്ലെങ്കിൽ ഈർപ്പുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത് PVC ബോർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് PVC ബോർഡാണ്. ഇത് പല ബ്രാൻഡ് നെയിമിൽ കിട്ടും. ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് സ്മാർട്ട് വുഡ് എന്ന് പറയുന്നതാണ്. വാർഡ്രോബിൻ്റെ ഷെൽഫ് പണിയാനായിട്ട് ഏകദേശം ഒരു 18 mm 3/4 ഇഞ്ച് എൻ്റെ തിക്നെസ് ഉള്ള PVC ബോർഡാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 8x4 ആണ്. ഒരു അത്രയ്ക്കും വലുപ്പമുള്ള ബോർഡ്സാണ് അവൈലബിൾ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, എന്നാൽ നല്ല സ്റ്റേഡിയുമാണ്. അതുമാത്രമല്ല, ഇത് നല്ല ഒരു സ്മൂത്തായിട്ടുള്ള ഫിനിഷാണ്. ഞങ്ങൾ 2 തിക്നെസ് ഉള്ള ബോർഡ്സാണ് വാങ്ങിയിരിക്കുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 18 mm ഉള്ളത്, അത് ഷെൽഫിന് വേണ്ടി. ഇത് 8 mm ആണ്. അത് വാർഡ്രോബിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹൈലം ഷീറ്റിന് പകരം. അങ്ങനെ 2 തിക്നെസ്സുള്ള ഷീറ്റ്സാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡിൽ വുഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഡസ്റ്റിൻ്റെ പ്രോബ്ലം വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് പറയാതെ വയ്യ കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഈസി ആയിട്ട് അവർക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലത്തെ വർക്കൊക്കെ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ നമ്മൾ വുഡിൽ സിന്തേരി പിടിക്കില്ലേ, അതേപോലെ ഇതിലും ചെയ്യാം. പക്ഷേ സിന്തേരി പിടിക്കുമ്പം PVC ബോർഡ് ആയതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നത്, അത്രേ ഉള്ളൂ. അങ്ങനെ അവർ പഴയ അതേ മെഷർമെൻറ്റിലും അതേ ഡിസൈനിലും തന്നെ ഈ PVC ബോർഡ് വെച്ച് അതിൻ്റെ ആ ഒരു ഷെല്ലെന്ന് നമുക്ക് പറയാം, ആ ഒരു വാർഡ്രോബിൻ്റെ ഷെൽഫ്സ് എല്ലാം അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ അത് കവർ ചെയ്ത് എടുത്താൽ മതി. അതിനു മുന്നേ നമുക്ക് വേറൊരു പണി കൂടെ ഉണ്ട്. വാർഡ്രോബ് ഈ ചേർന്നിരുന്ന ആ ഭാഗത്തെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അവിടെ ഞാൻ നേരത്തെ ഒരു ഗ്യാപ്പ് കാണിച്ചിരുന്നല്ലോ ഫില്ല് ചെയ്യാതെ, അവിടെ നമ്മൾ ടെർമൈറ്റിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ വെച്ച് ഫില്ല് ചെയ്ത ശേഷം വൈറ്റ് സിമെൻറ്റ് വെച്ച് കവർ ചെയ്ത്, ഇത് ഡാമ്പ് പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ. ഡാമ്പ് പ്രൂഫ്, അതായത് ഈർപ്പം ഒന്ന് റെസിസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പെയിൻറ്റ് വെച്ച് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ടെർമൈറ്റ് അറ്റാക്ക് തടയാൻ, ചെതൽ വരുന്നതിന് തടയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊസീജിയർ കൂടെ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ ഹോൾസ് ഡ്രിൽ ചെയ്ത ശേഷം ടെർമൈറ്റ് വരാതിരിക്കാനുള്ള ഒരു മെഡിസിൻ അല്ലെങ്കിൽ സൊല്യൂഷൻ, ആക്ച്വലി അതൊരു പോയിസൺ തന്നെയാണ്, അത് ഈ ഹോൾസിൽ ഫില്ല് ചെയ്യും.
ഒരു പ്രാവശ്യം ഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യും അത് സബ്സൈഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം അതേപോലെ 4 പ്രാവശ്യം അവരത് ഹോൾസ് ഫില്ല് ചെയ്യും, എന്നിട്ട് ആ ഹോൾസ് അടയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ വാർഡ്രോബിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു കവറിങ് ഇല്ലാത്ത. ആ ഭാഗത്ത് വുഡിൻ്റെ അതേ കളറിലുള്ള മൈക്ക അവർ ഒക്കെ ഒട്ടിച്ചു. ഇപ്പോൾ എല്ലാം ശരിയായി. ബാക്ക് സൈഡും നമ്മൾ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ വാർഡ്രോബ് ആ ഡിപ്രഷനിലേക്ക്, ആ ഭിത്തിയിലെ ആ ഒരു ഇതിലേക്ക് അവർ തള്ളി വെച്ച് അത് സ്ക്രൂ ചെയ്യുവാണ്. താഴെയും സ്ക്രൂ ചെയ്യുന്നുണ്ട്, സൈഡ്സും സ്ക്രൂ ചെയ്യും. പിന്നെ ആ വാർഡ്രോബ് അവിടെ നിന്ന് അനങ്ങത്തില്ല. അതിനുശേഷം അവർ നേരത്തെ മാറ്റി വെച്ചിരുന്ന വുഡൻ ഡോസ്, അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അത് അവർ തിരിച്ച് ഫിക്സ് ചെയ്യുവാണ് എല്ലാ ഡോസും. സത്യത്തിൽ PVC ബോർഡ്സിൽ ഒരിക്കലും ടെർമൈറ്റ് അറ്റാക്ക് ഉണ്ടാവില്ല, കാരണം അതിൽ വുഡില്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ വുഡൻ ഡോർസ് നേരത്തെ ഉള്ളത് തന്നെയാണ് ഞങ്ങൾ റീയൂസ് ചെയ്യുന്ന. ഡോസിന് വുഡിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വുഡിന് അംശം വന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ ടെർമൈറ്റിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കൂടെ ചെയ്തത്. അങ്ങനെ കുറേ നാളിന് ശേഷം ഞങ്ങളുടെ വാർഡ്രോബ് പിന്നെയും സ്റ്റൈലായി, നല്ല ഒരു സ്വസ്ഥതയായി. നേരത്തെ ഭയങ്കര ഒരു മാനസികമായ വിഷമമായിരുന്നു. ഇപ്പോൾ ഇത് തുറക്കുമ്പോൾ കണ്ടോ, വളരെ നീറ്റാണ്, ടൈഡിയാണ്, നല്ല സ്റ്റേഡിയാണ്. പണ്ട് ഞാൻ എന്തെല്ലാം വെച്ചുകൊണ്ടിരുന്നോ അത്രയും വെയിറ്റ് ഇതിന് താങ്ങുന്നുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലുള്ള കാർപ്പൻട്രി വർക്ക് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹരിയെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഹരിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ.